പ്രിയമുള്ളവരെ, കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ സാം നഗറിലുള്ള ലൈലാമ്മയുടെയും 41 വയസ്സുള്ള മാനസിക വൈകല്യമുള്ള അവരുടെ മകളുടെയും വീട് ജപ്തിയാവാതിരിക്കാൻ നമ്മൾ വലിയ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അതിനുവേണ്ടി കണ്ടിരുന്ന അക്കൗണ്ട് ബ്ലോക്ക് ആവുകയും പൈസ അതിലേക്ക് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തത്. ഇപ്പോൾ ആ അക്കൗണ്ടിൻ്റെ എല്ലാ പ്രതിസന്ധികളും പരിഹരിച്ചിട്ടുണ്ട്. ആ കുടുംബം പെരുവഴിയിലാകാതിരിക്കാൻ എല്ലാ പ്രിയപ്പെട്ടവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെന്നുള്ളത് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ സാം നഗർ ലൈലാമ്മയുടെ വീട്ടിലാണ്. ഈ വീട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയ നന്മയുള്ള ഒരു കൂട്ടം മനുഷ്യർ മുൻകൈയെടുത്ത് പൂർത്തീകരിച്ചതാണ്. ഇന്ന് നമുക്ക് അവരുടെ അവസ്ഥയറിയാം. ഭർത്താവ് മരണപ്പെട്ടു. ലൈലാമ്മ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു. 41 വയസ്സുള്ള മകൾ കണ്ണ് തെറ്റിയാൽ മണ്ണു വാരത്തിനെന്ന അവസ്ഥ. മനസാക്ഷിയുള്ളവർക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്തതാണിതെല്ലാം. ഈ ഘട്ടത്തിൽ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മഹല്ല് ജമാഅത്തിന്റെയും എല്ലാം കാരുണ്യത്തിലാണ് ഈ കുടുംബം ഇന്ന് മുന്നോട്ടു പോകുന്നത്. അപ്പോഴാണ് 10 വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിനെടുത്ത ലോൺ ജപ്തിയുടെ രൂപത്തിലെത്തുന്നത്. ഈ ബാധ്യത വീട്ടാൻ ഈ ഉമ്മാക്കും മകൾക്കും കഴിയില്ല. ഈ കുടുംബത്തിന്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കി എല്ലാ പലിശയും മറ്റ് പിഴകളും ഒഴിവാക്കി തരാൻ ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നു. എടുത്ത 4 ലക്ഷം രൂപ മാത്രം ബാങ്കിൽ അടച്ചാൽ നടപടികൾ അവസാനിപ്പിച്ച് വീടിന്റെ രേഖകൾ ഈ കുടുംബത്തിന് കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ കുടുംബത്തെ നിങ്ങൾ തട്ടിമാറ്റരുത്. നമ്മൾ ഇടപെട്ടില്ല എങ്കിൽ ഈ ഉമ്മയും ബുദ്ധി ഉറയ്ക്കാത്ത മകളും പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരും. വിശുദ്ധ റമളാൻ മാസത്തിൽ ഈ കുടുംബത്തെ നമുക്ക് ചേർത്തു നിർത്തണം. ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡിലോ അക്കൗണ്ട് നമ്പറിലോ നിങ്ങളാൽ കഴിയുന്ന സഹായം എത്തിക്കണം. നിങ്ങളുടെ ബന്ധുക്കളിലേക്കും സൗഹൃദ വലയങ്ങളിലേക്കും ഈ കുടുംബത്തിന്റെ അവസ്ഥ അറിയിക്കണം. നമ്മുടെ എല്ലാവരുടെയും കരുതലുണ്ടാകണം ഈ കുടുംബത്തിന്.